വണ്ടിയിലേക്ക് ഇല്ല ഇടിക്കത്തില്ല. എന്നെ കൊണ്ട് ഈ വണ്ടിയിലേക്ക് നീ എവിടെ പോകും? നീ ഇങ്ങോട്ട് മാറി. നീ അതിനായില്ല, ഞാൻ അറിയിക്കാം. പിന്നെ കാണാം. വിട്ടോ, വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. അല്ല മുതലാളി, കുറെ നേരമായി എന്നെ എ സി ഒക്കെ ഇട്ടിങ്ങനെ വണ്ടി കറക്കണേ. ക്ലീറ്റോയെ കൊണ്ട് എന്ത് ആവശ്യമാണ് മുതലാളിക്കുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലേ? ക്ലീറ്റോസിനെ കൊണ്ട് എനിക്കൊരു കാര്യം നടത്താം. അല്ല അതിന് ആ കാര്യം കാര്യം പറയാം. എന്താ എന്താ കണക്ക് അതിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? നീ എന്റെ പുതിയ കമ്പനിക്കെതിരെ റിപ്പോർട്ട് അയച്ചാ? നിന്റെ കമ്പനിയോ? എന്റെന്ന് പറയാൻ ഞാനും സുരേന്ദ്ര മുതലാളിയും കൂടെ തുടങ്ങാൻ പോകുന്ന പുതിയ സോപ്പ് കമ്പനി. ആ റിപ്പോർട്ട് അയച്ചു. നീ എന്തിനാണ് റിപ്പോർട്ട് അയച്ചത്? റിപ്പോർട്ട് അയച്ചോണ്ട് ഞങ്ങൾക്ക് അവിടെ കറണ്ട് കിട്ടില്ലാന്ന്. നീ ആ സ്ഥലം പോയി കണ്ട? അളിയ സ്ഥലം ഞാൻ കാണാതിരിക്കുക. നീ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഈ കാണിക്കണേ. അതെ, ഞാൻ ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് കേട്ടാ. അതിനകത്ത് നീ വെറുതെ കയറി വന്നിട്ട് ഇടപെടാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഇത് അപകടമാണ്. ഒരു അപകടവും ഇല്ല. നീ സൂക്ഷിച്ച് കളിക്കണം. ഞാൻ സൂക്ഷിച്ച് തന്നെ കളിക്കണത്. അറിയോ, നീ സുരേന്ദ്ര മുതലാളിയായിട്ടാണ് കളിക്കണെന്നുള്ള കാര്യം മറക്കണ്ട. അയാൾ സ്നേഹിച്ചാലേ നമ്മളെ നക്കിക്കൊല്ലും. പക്ഷേ വെറുപ്പിക്കെങ്ങാനും ചെയ്തോടല്ലോ മുക്കിക്കൊല്ലും അയാള്. അയാൾ മുക്കിക്കൊല്ലും, എനിക്കറിയാം. അങ്ങോട്ട് വന്ന് കയറിയതൊന്നുമല്ലല്ലോ, ഇങ്ങോട്ട് വന്നല്ലേ? ആര് വിളിക്കട്ടെ എന്ന് ഒരു നോക്കി ഇരിക്കുകയായിരുന്നു. അന്ന് ഇറങ്ങി വരാൻ കഷ്ടകാലത്തിനൊന്ന് വിളിച്ചു പോയി. ഇതിന് ഞാൻ മറുപടി പറയണില്ല ക്ലീറ്റോ. നീ പറയടി, എന്നിട്ട് ഇനി അതായിട്ട് കുറയ്ക്കണ പറഞ്ഞിട്ട് പോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല എനിക്ക് ഭ്രാന്താടി. അല്ല, കുടുംബത്തിനൊരു നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണുണ്ട്. അപ്പൊ അതിനങ്ങോട്ട് തടസ്സം നിൽക്കുകയാണ്. അതിന് എൻ്റെ ഭാര്യ കൂട്ട്. ഇങ്ങനെ ഒരു ഭാര്യ എന്തിനാണ്? അങ്ങോട്ട് ഉപേക്ഷിച്ച് കളാം. അന്ന് ഇങ്ങോട്ട് മതി. എന്തിനാ ഭക്ഷണം കഴിക്കണ്ടേ? ഞാനിവിടെ നിരാഹാരം കിടക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നിരാഹാരം എന്ന് പറഞ്ഞാൽ നിരുപാധികം ആഹാരം ഒഴിവാക്കുക. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നയം. അല്ല ചില തൂക്കട നേതാക്കന്മാരെ പോലെ ഒളിച്ചിരുന്ന ആഹാരം കഴിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ക്ലീറ്റ് എന്തിനു വേണ്ടി ക്ലീറ്റ് ഈ പിള്ളേരെ പോലെ ഇരുന്ന് വാശി പിടിക്കുന്നത്? എന്റെ കുഞ്ഞുങ്ങൾ വന്നേ. ഇത് പിള്ളേർ കളിയാ. ഞാൻ പറഞ്ഞ ആവശ്യം എന്താണെന്ന് നിനക്കറിയാലോ. അതില്ലാതെ നാളെ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും ഈ നാട്ടിൽ? ക്ലീറ്റോ രാവിലെ മുതൽ വെള്ളം കൂടി കുടിച്ചിട്ടില്ലാട്ടോ ക്ലീറ്റോ. വീട്ടിന് ചായ കുടിക്കുന്ന മനുഷ്യനാ. അതെ, ആയിക്കോട്ടെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് വേണ്ട. എന്റെ ഈ കാര്യം നടക്കണം വരെ ഞാൻ സത്യാഗ്രഹം ഇരിക്കും. എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിക്കട്ടെ. ആർക്കും ഇവിടെ ഒരു നഷ്ടമില്ലല്ലോ. ഏട്ടൻ എന്തിനാ വെറുതെ ആ ക്ലീറ്റോ ചേട്ടന്റെ കാര്യത്തില് ഏതാണ്ട് റിപ്പോർട്ട് കൊടുത്തത്? റിപ്പോർട്ടാ? എടി പൊട്ടത്തിയ, റിപ്പോർട്ട് കൊടുക്കണം ഞാൻ ആരാണ്? ഞാനൊരു സാധാരണ ലൈൻമാൻ അല്ലേ. ഞാൻ ആർക്ക് റിപ്പോർട്ട് കൊടുക്കാനാണ്? പിന്നെ ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞല്ലോ അവനൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട്, അവൻ മന്ദപ്പനായതുകൊണ്ട്. എന്നോട് ചോദിച്ചു, ഇതാ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഇത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ഥലം നിനക്ക് അറിയുന്നതല്ലേ, അവിടെ നമുക്കിത് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തു കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ കമ്പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ അതിൻ്റെ വെള്ളമൊക്കെ, സോപ്പ് വെള്ളം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ആ കൃഷിയാകെ നശിക്കും. അതുകൊണ്ട് ആളുകൾ സമ്മതിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഏട്ടൻ ഈ കണ്ട ആൾക്കാരുടെ കാര്യം പറയണേ എന്തിനാ? കണ്ട ആൾക്കാരുടെ കാര്യമോ? ഇത് സത്യമാണ്. ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയും. ആ ക്ലീറ്റോ ചേട്ടൻ ഇപ്പൊ അവിടെ കിടക്കണുണ്ടോ? അവിടെ കിടന്നോട്ടെ. അതല്ല, അതിന് എന്തെങ്കിലും പറ്റുമെന്ന്. ഒന്നും കഴിക്കണില്ല. കഴിക്കണില്ലെങ്കിൽ വേണ്ടാന്ന്. വിശപ്പുണ്ടാവില്ല. വിശക്കുമ്പോ എണീറ്റ് പോയിട്ട് കഴിച്ചോളും. അത്രേ ഉള്ളൂ. അങ്ങനെ പറയല്ലേ ഏട്ടാ. പാവ ആ നാത്തൂന. പിന്നെ ഏട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കേട്ടാ. കറണ്ട് ബില്ല് പ്രാവശ്യം എത്ര? കറണ്ട് ബില്ല് എനിക്ക് അറിഞ്ഞൂടാ. 800? എനിക്കറിയില്ല. ഏട്ടന്റെ ഓഫീസിൽ നിന്നല്ലേ കറണ്ട് ബില്ല് തന്നെ. പോയി നോക്ക്. 800 ഒരു 850 ഇടാം. അപ്പൊ ശരിയാവും. തോന്നിയ കണക്ക് എഴുതണേ. അപ്പൊ തോന്നിയ കണക്കല്ല, 800 സംതിങ് ആണ്. എനിക്കറിയാം. അവിടെ കൂട്ടിക്കൊണ്ടിരുന്നോ? അതെ, നീ വേറെ എന്തെങ്കിലും ജോലിക്കും കൂടെ പോണ്ടി വരും കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ സംഗതി ആകെ അബദ്ധാവും. ഞാൻ എന്നെ വല്ല ജോലിക്കും വിടില്ലല്ലോ. PSC കിട്ടിയാലല്ലേ ഇവിടുന്ന് ഇറക്കുള്ളൂ. അത് കിട്ടിയിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. ഇതെന്താ വേണ്ടത്? ഇരിക്കണ്ട, വേണ്ട. അതിന് ഞാൻ കഴുകിട്ടോളാം. അവിടെ വെച്ചോ. ഇടയ്ക്കല്ല ഇവിടെ ഇരിക്കുമ്പോ ചന്തി പ്രശ്നം.
അയ്യോ അയ്യോ അമ്മ. എന്താ സാറേ? ഒന്നുമില്ല, എനിക്ക് ചെറിയൊരു വിറയലുണ്ടോ എന്നൊരു സംശയം പോലെ. അത് ഭക്ഷണം കഴിക്കാത്തോണ്ടേ സാറേ. അതായിരിക്കും അല്ലേ? അല്ല സാറേ, സാറിനെ വീട്ടിൽ ആർക്കും വേണ്ടേ? എന്താ നീ അങ്ങനെ ചോദിച്ചേ? ഇന്നലെ രാത്രി തൊട്ട് കിടക്കാൻ തുടങ്ങിയതല്ലേ, ഒരാൾ തിരിഞ്ഞു നോക്കണില്ലല്ലോ. എടാ അതെന്താണെന്നറിയാമോ, ഞാൻ എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്നെ ഒന്നിനും വിളിക്കാത്ത. സാറേ ഞാനേ രഹസ്യമായിട്ട് പോയിട്ട് ബിരിയാണി മേടിച്ചിരുന്നല്ലോ. നീ എന്തോന്ന് രഹസ്യം? നീ ഇപ്പൊ പറഞ്ഞ എല്ലാരും കേട്ടാണ്. നീ ഒന്നും വാങ്ങണ്ട, മിണ്ടാതെ ഇവിടെ ഇരിക്കും. അല്ല എനിക്ക് വിശക്കുണ്ടേ. എനിക്ക് ചെറിയ പനി ഉള്ളിലുണ്ടോന്നൊരു പനി ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ബെസ്റ്റ്. ചിക്കൻ നീ കഴിച്ചു പോയേ, എനിക്കൊരു കുഴപ്പമില്ല, പനിയില്ല ഒന്നും. കാല് അമർത്തണ്ടേ? അതമർത്തിയോ? അവിടെ കിടന്നോട്ട്. ഗേറ്റസ് നീ മര്യാദക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പൊക്കോ. നിങ്ങൾ നല്ല തിളച്ച വെള്ളരിപ്പുണ്ട്, ഞാൻ തലയെ കൂടെ കൊണ്ടുവന്ന് വിളിക്കും. അത് മാത്രമാക്കണ, നീ ഇച്ചിരി പെട്രോൾ അടിച്ചാൽ അങ്ങ് കത്തിക്ക്, സമാധാനമാവട്ടെ നിനക്ക്. അമ്മാവനുണ്ട്. കടത്താൻ നോക്കാം, നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. എന്താ എന്റെ തീരുമാനം? എന്റെ തീരുമാനം നിരാഹാരാണ് കിടക്കണേ. എടാ അവന് ഗുണമുള്ള ഒരു കാര്യമില്ല, അവൻ പറഞ്ഞതുപോലെ അണക്കാട് ചെയ്തൂടെ? എന്റെ അമ്മാവത് എന്താണ് പറയണേ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഒന്നാമത് എന്റെ വാശി അതിനൊക്കെ കാരണം. എന്റെ ചേച്ചിക്കൊന്ന് പറഞ്ഞൂടെ? ഇങ്ങനെ കടന്നിട്ട് ജീവൻ പോയാലോ? ഞാൻ എന്താ വേണമെന്നാ നീ പറയുന്നത്? അവനോട് അതങ്ങോട്ട് ശരിയാക്കി കൊടുക്കാൻ പറയും. അവൻ ഒപ്പിട്ട് കൊടുത്താൽ അവന് ജോലി പോകത്തില്ലേ? അവൻ്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുത്ത് കഴിക്കടാന്ന് അവൻ എട്ടുക്കലും എഴുക്കലും എടുക്കത്തില്ല. ഞാൻ എന്താ വേണം? എനിക്ക് ഒരു സമാധാനം ഇല്ലാതായി വന്നിരിക്കല്ലേ. ജമന്തി നീയെങ്കിലും ഒന്ന് പറയേ. ആരോട്? എന്റെ കെട്ടിയനോട്, അല്ലാണ്ട് ആരോടാ? ഏട്ടനോടല്ലല്ലോ പറയേണ്ടത്, ക്ലീറ്റോ ചേട്ടനല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഒന്നും മനസ്സിലാവണല്ലോ. അതെ അവിടെ പട്ടിണി കിടക്കാം. അവൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഒന്നങ്ങോട്ട് തിരുത്തിട്ടായി അതിനോട് പറഞ്ഞാ പോരെ? ഇവന്റെ ജീവിതം രക്ഷപ്പെടുന്ന കാര്യല്ലേ? അല്ല അമ്മാവനിപ്പൊ എന്താ വേണ്ടത്? ഏട്ടന്റെ ജോലി പോണം, എന്നിട്ട് ഞങ്ങള് പെരുവഴിയിലേക്ക് ഇറങ്ങണം. ഏട്ടന്റെ ജീവിതം രക്ഷപ്പെടണം. ഒന്നാം തന്നെ പറഞ്ഞാൽ മതി. നീയാണ് അവനിങ്ങനെ തിരിപ്പിച്ചു വിടുന്നത്. പിന്നെ ഞാനാ തിരിപ്പിച്ചു വിടണത്. ഇടോക്ക് നീ അവള് പറയുന്ന വാക്ക് കേൾക്കാതെ നീ അതൊന്നും ചെയ്തു കൊടുക്കണേ. എന്റെ അമ്മാവ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസില്, അതല്ലേ? അങ്ങനെയാണെങ്കിൽ കണ്ട ഈ പാർട്ടിക്കാർ അവരും ഇവരായിട്ട് ഇവിടെ വന്ന് കടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയില്ലേ? അവിടെ കിടന്നോട്ടേന്ന്. പട്ടിണി കിടന്ന അത്തു കയറി വന്ന അങ്ങനെയാണ് നമ്മുടെ കുടുംബം രക്ഷപ്പെട്ട്. ഇവന്റെ കരയല്ലേ സാറേ, കരയല്ലേ? നിനക്കൊന്നും വേറെ പണിയില്ലേ? വല്ലോ കാല് തിരുമണ കണ്ടില്ലേ? എന്ത് തെമ്മടുത്തേ കാണിക്കണേ? KSEB കണക്ഷൻ കിട്ടിയില്ലെങ്കിലേ KSEB ചെന്നിട്ട് സത്യാഗ്രഹം കിടക്കുക, അല്ലാണ്ട് സ്വന്തം തറവാട്ടിലല്ല. എന്റെ പൊന്നമ്മാവ, KSEB ആർക്കും ഒരു എതിർപ്പുമില്ല, എയ്ക്ക് ഒരു തടസ്സവും ഇല്ല. പക്ഷെ ഇവനാണ് ഇതിനെല്ലാത്തിനും എതിര് നിൽക്കുന്ന ഇവൻ. എടാ എയ്ക്ക് പ്രശ്നമില്ല, പിന്നെ നീ എന്തിനെതിരാണ് കോലിരുന്ന്? എന്റെ അമ്മാവന് തീരെ സുഖമില്ലേ? ഏക വലിയ ആളാണോ ഞാന്? അമ്മാവ, എനിക്ക് ഇവിടെ കിടന്ന് എന്തേലും സംഭവിച്ച എന്റെ ബോഡി പാലാൽ എത്തിച്ചേക്കണം. ഞാൻ കൊണ്ടുപോകാം സാറേ. നീ എന്താ ഇങ്ങനെ കുന്തം ഒഴുകിയ പോലെ നിൽക്കണം? നിനക്കൊന്നും പറയാല്ലേ? ഞാൻ ആരോട് പറയാനമ്മ? പറഞ്ഞു ഞാൻ മടുത്തു. അവന് ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട്. ക്ലീറ്റോ ഇത്രയും വാശി പിടിക്കുമ്പോ അവനതൊന്ന് ചെയ്തു കൊടുക്കാൻ പാടില്ലേ? അവിടെ പറയുന്ന കേട്ടില്ല, നീ ഒന്ന് ശരിയാക്കി കൊടുക്കടാ. എന്റെ അമ്മാവ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, KSEB ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ AE ആണ്, അല്ലാതെ ലൈൻമാൻ അല്ലല്ലോ. അല്ലല്ലോ. പിന്നെന്താ അനക്കത്ര വാശി? ഇത് എനിക്കെന്ത് വാശിന്ന്? ഇതിലെന്താ എനിക്ക് വാശി? എടാ AE ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. നീ ആ സ്ഥലം പ്രകൃതിയായിട്ട് എന്തോ ദോഷമുണ്ട് എന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ടല്ലേ AE ഒപ്പിട്ട് കൊടുക്കാൻ പഠിക്കണേ? അതെ, അത് നോക്കാനാണ് എന്നെ വിട്ടത്. നോക്കുമ്പോ അത് ശരിയാണ്. ആയിക്കോട്ടെ, പക്ഷെ ആ AEക്ക് കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല നടക്കാണ്ട് പറഞ്ഞാ പോരെ? പ്രശ്നമുണ്ടല്ലോ. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവിടെ ആ കമ്പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് കൂടെ പോകുന്ന ഒരു തോടാണ്. ആ തോടിലൂടെ സോപ്പ് വെള്ളം ഒഴുകും. സോപ്പ് വെള്ളം കൃഷിക്ക് നാശാണ്. അത് ഞാൻ പറഞ്ഞു. അത് സത്യമല്ലേ? അവിടെ കൃഷി ചെയ്യണില്ല അമ്മാവ, നോണ പറയണതാ. ഒരു കൃഷിയില്ല അമ്മാവ. ആര് പറഞ്ഞു നല്ല കൃഷിന്റെ അവിടെ? എടാ അവിടെ കൃഷി ഉണ്ടായിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി സ്നേഹികൾ നോക്കുന്നു. നീ ആദ്യം കുടുംബം നന്നാക്കാൻ നോക്ക്. അപ്പൊ ഞാൻ ഈ നുണ പറയണേ നീ അവിടെ പോയിട്ട്? പിന്നെ ഇവന്റെ ആവശ്യത്തിന് വേണ്ടി നീ പറഞ്ഞ കണക്ക് എന്താ കുഴപ്പം? അമ്മാവായ ഏട്ടൻ ഒരാൾ നോണ പറഞ്ഞാൽ ഇത് കിട്ടോ? ഇല്ലല്ലോ. ബാക്കി അവരെ അന്വേഷിക്കൂലേ? കിട്ടുന്ന്. അതൊക്കെ തീരുമാനമായതാണ്. ഇവന്റെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോ നീ വല്ലതും സംഭവിക്കുമെന്ന് AEക്ക് ഒരു പേടി. അങ്ങനെ പ്രശ്നം വന്നില്ലെങ്കിൽ AE ഒപ്പിട്ട് കൊടുക്കും. പ്രശ്നം വരുവേ. ഇവന്റെ ഈ വാശിയാണ്. ഇത് എന്താ പറയുള്ളൂ? ഒന്നും പറയാല്ലേ? അല്ല
ഈ വയസ്സാവശ്യം നിങ്ങൾ എനിക്കൊരു സമാധാനം തരത്തില്ലെന്ന് തന്നെയാണ്. എത്ര പ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു ക്ലീറ്റസ് വന്ന് വല്ലതും കഴിക്കുന്നു. അവൻ 8 കല്ലും 7 കല്ലും എടുക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാരും കൂടെ അവൻ കള്ളത്തരത്തിന്റെ കൂട്ടിൽ നിന്ന് പറയാം അവന്റെ ജോലി പോണം, അത്രേ ഉള്ളൂ. എടാ നീ വേണ്ടതുപോലെ ചെയ്തേരാ, ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലമ്മ. അല്ല നീ വിചാരിച്ചാൽ സാധിക്കുന്നല്ലേ അവരെല്ലാരും കൂടെ പറയുന്നത്? സാധിക്കും ചെയ്യും. എന്റെ ജോലിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ ജോലിക്ക് പ്രശ്നം ഉണ്ടായാലും സാരമില്ല, നീ പോയി ചെയ്ത് കൊടുക്കല്ല. എന്തെന്നാണ് ഈ പറയണത്? വേണ്ട വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും കാണാൻ പാടില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്ക്. അത് വിഷമട്ടാ. എടാ നീ ഒപ്പിട്ട് കൊടുക്ക്. എന്റെ അമ്മ ഒപ്പിടാൻ ഞാൻ ആരാണ്? നീ ഒപ്പിടാ സാധിക്കുന്നല്ലേ അവൻ പറയുന്നത്. അവന് പ്രാന്താണമ്മ, അവന് പ്രാന്താണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്ന് ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. വലിച്ചെടുത്ത് വല്ല ആശുപത്രിയിലോട്ടും കൊണ്ടുപോകും, അവിടെ വല്ല ട്രിപ്പ് ഇട്ട് കിടത്തട്ടു. അതെ, 4 മാസം പട്ടിണി കിടന്നാലും ഒന്നും സംഭവിക്കില്ല. അതിന് മാത്രമുള്ള മുതൽ അവന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ കാഭാഗം തിന്നു കയറ്റുന്ന അവനല്ലേ. നീ ഇനി കണക്ക് പറയേണ്ടി വരുമല്ലടാ. എനിക്കും എന്റെ കൊച്ചിനും നാഥനില്ലാണ്ടായി പോകുന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവനൊരു വിഷമം ഉണ്ടാവില്ല. അവന്റെ ആരും അല്ലല്ലോ ഞാൻ. വാശി കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കേ. കനക ചെയ്യേ എന്താന്ന് വെച്ചാ. എന്റെ അമ്മാവാ ഈ അല്ല അത് നാടകം അതെടുത്ത് എന്നെ തക്കളിമോളെ വിചാരിച്ചിട്ട് ചെയ്യണ. വാശി കളഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കേ. സമ്മതിച്ചു പറ അങ്ങോട്ട്. എന്തൊരു കഷ്ടം നോക്കി നോക്ക്. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിക്കുക. അയ്യോ ഏയോടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാനൊന്നും അറിയില്ല, ഞാൻ ഒന്നും പറയില്ല എന്നൊന്നും പറയേ. ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറ. ഈ ആവശ്യമില്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ നുണയനാക്കല്ലേ? നല്ല കാര്യത്തിനല്ലേ. ശരി, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ ആണെന്ന് അടുത്ത് നുണ പറയണം. അതല്ലേ വേണ്ടത്? പറഞ്ഞോളാം. സമാധാനമായല്ലോ? അയ്യോ അയ്യോ അയ്യോ. ദാ, അവൻ പറഞ്ഞു കേട്ടില്ലേ? എണീറ്റ് പോയി വല്ല എന്തിനാടാ? ശരി അമ്മ. സമരം വിജയിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, നിരാഹാര സമരം സിന്ദാബാദ്. എണീറ്റ് പോടായിരുന്നു. പോടാ. ലിജോ, വാ എന്തെങ്കിലും കഴിക്കാൻ വാ. നല്ല വിശപ്പുണ്ട്. തങ്ങ എന്തേലും എടുത്ത് വെക്കേ. ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കട്ടെ? വെച്ചോ. മീൻ വറുത്തതുണ്ടോ? മീൻ വറുത്തതും വെച്ചേക്കണേ. അളിയോ എന്തേ അമ്മേ? വാ വാ വാ, സമയമില്ല. എനിക്ക് തിരക്കിട്ട് നിൽക്കാ ഞാൻ. എന്താ ക്ലീറ്റ ചേട്ടാ? എവിടെ അളിയോ? ഇവിടെ വിളിക്ക അളിയോ. ഏട്ടാ ആ ഒന്ന് വാളിയോ. ഇപ്പൊ വരും. ഞാനൊന്നും എന്താ ഇത്ര തിരക്ക്? ഉദ്ഘാടനമായി നമ്മുടെ കമ്പനിയുടെ. എന്താണ്? അളിയാ എന്റെ കമ്പനിയുടെ ഉദ്ഘാടനമായി. അത് നിന്റെ കമ്പനിയുടെ അല്ല പാർട്ണറാണല്ലോ. എന്തായാലും അങ്ങനെ നോക്കിയിരുന്ന് എല്ലാം റെഡിയായി. മറ്റന്നാളാ ഉദ്ഘാടനം. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. സംഗതി ഞാൻ കുറെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി അളിയൻ സമ്മതിച്ചെങ്കിലും സംഗതി ഓക്കെ ആയി. ഇനി അതിന്റെ പേരിൽ ഞാൻ നേരിട്ട് ഒന്ന് വിളിച്ചില്ല എന്നൊരു പരാതി ഇവൻ നാളെ പറയരുത്. എന്റെ മുതലാളി വിളിച്ചിരുന്നു. എന്റെ മുതലാളി വിളിച്ചിരുന്നു. അല്ല അത് മുതലാളി, ഇത് വേറൊരു മുതലാളി വിളിക്കുന്നത്. ഞങ്ങൾ പാർട്ട്നേഴ്സ് അല്ലേ. അത് വിളിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക്. അപ്പം ഇതാ വിളിച്ചിരിക്കുന്നു. മറ്റന്നാൾ രാവിലെയാണ് ഉദ്ഘാടനം. 10 മണിക്കാണ്. നേരത്തെ അങ്ങ് എത്തണം. 10 മണിയാവാൻ നോക്കിയിരിക്കണ്ട. ഒരു 9 മണിക്ക് അവിടെ എത്തണം കേട്ടോ. അല്ലെ അവിടെ നിൽക്കണം വാളണ്ടിയറൊക്കെ ആയിട്ടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. സംഗതി ഈ സുരേന്ദ്രൻ മുതലാളി ഈ മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ആളാ. ഞാനില്ലെങ്കിൽ ഒരു വക കാര്യം നടക്കില്ലായിരുന്നേ. ഈ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇത്രയും പണിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാന്നറിയാമോ? ആരാവല്ല മന്ത്രിയായിരിക്കും. അല്ല, ഞെട്ടരുത്. പറയട്ടെ ആരാന്ന്? ആശാലത. ആ ഞെട്ടി. ഇതാ ഞാൻ പറഞ്ഞ. ഏത് ആശാലത? എന്താ ആശാലത? ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കും. ആരുന്നോ? തമാശ സത്യം പറ. തമാശയോ? ശരിക്കും നോട്ടീസ് എന്റെ കയ്യിൽ ഇല്ലാതെ പോലെ നോട്ടീസ് അടിച്ച് ഫോട്ടോയും വെച്ചു. ഇത് അടിച്ചിങ്ങനെ അവിടെ ഫ്ലെക്സും വെച്ചു. പിന്നെ വരാതെ എന്താ ജമന്തി? ഞങ്ങൾ രൂപ 1-2 അല്ല കൊടുക്കുന്നത്. 50,000 രൂപയാണ് എണ്ണി കൊടുത്തേക്കണേ. 50.
എന്നാ പിന്നെ 50 രൂപ വാങ്ങിച്ചിട്ട് നിനക്കങ്ങ് ഉദ്ഘാടനം ചെയ്താൽ പോരെ? എൻ്റെ അളിയ അങ്ങനെ അങ്ങോട്ട് തരം താഴാൻ പറ്റുമോ? ഞാനതിൻ്റെ ഒരു വർക്കിംഗ് പാർട്ണറല്ലേ, ഞാൻ എന്നിട്ട് അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശം. അതൊന്നും വേണ്ട. നിനക്ക് പൈസ അതൊന്നും കിട്ടൂലല്ലോ, ഇത് പൈസ കിട്ടൂലേ? ഏട്ട ഒന്നും മിണ്ടാതിരിക്കുക, എന്നിട്ട് പറ ആശാലതയുടെ അടുത്ത് സംസാരിച്ചോ? പിന്നെ സംസാരിക്കാതെ എങ്ങനെ ഈ കാര്യം പറയണേ? ക്ലീറ്റോ ചേട്ടനോ? ഞാനും സുരേന്ദ്ര മുതലാളി കൂടെ നേരെ അങ്ങോട്ട് ചെന്ന് എന്നപ്പോ എന്തൊരു വിനയം, എന്തൊരു സ്വീകരണം. ഇത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓ പാവാണോ? ബാബു എന്ന് പറഞ്ഞ പഞ്ചഭാവം. നാക്കൊണ്ടോ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചിരുന്നാലേ പറയുള്ളൂ എന്തേലും. അപ്പൊ നമ്മളോടൊന്നും മിണ്ടൂലേ ജാടേ? അല്ല, പെട്ടെന്ന് ഈ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പാവം കേട്ടോ, നല്ല സ്ത്രീയാ. അതല്ല ക്ലീറ്റോ ചേട്ടാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെ പോലെ വെള്ളമൊക്കെ കുടിക്കൂ? വെള്ളം കുടിക്കാതെ അവരെന്താ മനുഷ്യ സ്ത്രീയല്ലേ? അല്ല അങ്ങനെയല്ല, എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ടിവിയിലൊക്കെ ഇങ്ങനെ നിക്കണവര് നമ്മളെ പോലെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കുടിക്കൂ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. പിന്നെ അല്ലാണ്ട് അവര് വെള്ളം കുടിക്കുക, ആഹാരമൊക്കെ കഴിക്കണ വായിക്കൂടെ തന്നെ, അല്ലാതെ മൂക്കിക്കൂടെ ഒന്നും നീ വിചാരിക്കണ്ട. അപ്പം അവര് വരുമ്പോഴേ എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, അവരുടെ രാവിലത്തെ കാപ്പി കൂടി നമുക്ക് ഇവിടെ ആക്കിയാലോ? ഇവിടെ കാപ്പി അറേഞ്ച് ചെയ്യാം. എന്താ അളി എന്ത് പറയണു? ഇവിടെ കാപ്പിയും ചോറൊന്നുമില്ല, കാക്ക നീ അറേഞ്ച് ചെയ്താൽ മതി. ഒരു കാര്യം ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ നേരത്തെ എത്തണം, 9 മണിക്ക് അവിടെ വരണം. വരും. എന്നാലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ ആവശ്യമുള്ള ഞാൻ എടുക്കാനുള്ള ഏർപ്പുണ്ടെങ്കിൽ കൊണ്ടുവരണേ. മുതലിനെ കൂടെ ഞങ്ങൾ രണ്ടിനും കൂടെ. അയ്യോ എന്നാ പിന്നെ മറക്കണ്ട, എനിക്ക് ഇനി ഒരുപാട് പേര് ക്ഷണിക്കാനുണ്ട്. അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. പറയാ അളയോ നമ്മള് വിചാരിച്ച ആളല്ലട്ടോ. നമ്മളെന്താ വിചാരിച്ചേ? ഇല്ല, നമ്മള് വിചാരിച്ച ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് ഒരു കാശിന് കൊള്ളൂലെന്നല്ലേ ആശാലതയെ കൊണ്ടുവരാൻ പോണെന്ന്. ആശാല ദൈവമൊന്നുമില്ലല്ലോ ആണോ? അവരെന്തായാലും വലിയ നായികയല്ലേ. നമുക്ക് പോണോട്ടോ. നമ്മക്ക് ഇല്ല, നീ വേണ പോക്കോ. ഏട്ടനും വേണം. ഞാൻ ലക്കി ചെന്ന് ജോലിക്ക് വേണം. അന്ന് ജോലിക്കൊന്നും പോണ്ട. നോക്കിയേ, എനിക്ക് അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതാ. എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, ഏട്ടൻ ചെന്നില്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടന് വഴക്കാവും. അതിന്റെ പേര് എന്നെ ഫോട്ടോ എടുപ്പിച്ചില്ലെങ്കിലോ? നീ എന്തേ കാണിക്കണേ? എന്നാ വരാന്ന് പറ. അത് മാത്രമല്ല, എനിക്ക് പുതിയൊരു സാരിയും കൂടി മേടിക്കണം കേട്ടോ. അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോ ഒട്ടും മോശക്കാരി ആവരുതല്ല ഞാൻ. അതുകൊണ്ടൊരു നല്ല സാരി വേണം ഏട്ടാ. അവരെപ്പോഴും ഇങ്ങനെ പട്ടുസാരിയാ ഉടുക്കാറ്. എനിക്കും വേണം ഒരു സാരി. നീ ഇപ്പൊ ഉള്ള സാരി കൊടുത്തങ്ങ് പോയാ മതി. ഉള്ള സാരി പോരാ, അവര് നല്ല കളറുള്ള സാരി കൊടുക്കുമ്പോ എനിക്ക് വേണം നല്ല കളറുള്ള സാരി. എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള സാരി വേണം. എന്താണ് ഈ കാണിക്ക? മേടിച്ചു തരൂ. ഉള്ള സാരി എടുത്ത് പോയാ മതി. ഇല്ല, എനിക്കൊരു വെറൈറ്റി സാരി വേണം. എന്ത് വെറൈറ്റി സാരി? ആരും കാണാത്തൊരു സാരി പ്ലീസ് വേണം. നീ എന്താണ് ഈ കാണിക്കാൻ? നിനക്ക് എന്റെ കയ്യെ പിടിച്ച് ഓടിക്കാൻ നിൽക്കണ? അണ്ണ പറ, മേടിച്ചു തരാന്ന് പറ. മേടിച്ചു തരാം. ഉറപ്പല്ലേ? ഏട്ടനും വരുമെന്ന് പറ. ഞാൻ വരൂല. വരും. എനിക്ക് ജോലിക്ക് പോണ്ടേ? അന്ന് ഞാൻ കൈ കുടിക്കും. പറ വരുമെന്ന് പറ. കനകാ, എടാ നമുക്കൊന്ന് അവിടെ തല കാണിച്ചിട്ട് പോയാ പോരെ? ഓ, അവിടെ പ്രതിനിധികളുടെ നല്ലാണ്. ഇനിയിപ്പോ നമ്മളും കൂടെ അവിടെ പോണ്ടേ? ഒരു കാര്യമില്ല. സത്യം പറ, അവൻ മുതലാളിയാണെങ്കിൽ നിനക്ക് ഒരു അസൂയൊക്കെ ഉണ്ട് അല്ലേ? ഓ, എനിക്കെന്താ അസൂയ? അല്ല, ഇതെന്താ ഇത്? 10 മണിയുടെ ഉദ്ഘാടനത്തിന് പോയ പാർട്ടികള് കേട്ടില്ലേ? ഇനിയിപ്പോ ഇതിനോട് എന്താ പറയാ? അത് ചിലപ്പോ ഈ രാഹുകാലമൊക്കെ നോക്കിയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടാവും. അതാണ് നോക്കിട്ട് പോവാ. എന്തേ ഉദ്ഘാടനം കഴിഞ്ഞാ? ആകെ നാണക്കട. നാണക്കട? അപ്പം എന്താ ഉദ്ഘാടനം ഉണ്ടായില്ല? കാരണം എന്താടി വേഷം കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അത് കുടിച്ച് ചത്തേനെ. എന്താ പ്രശ്നം ഉണ്ടായത്? ആശാലത വന്നില്ലേ? വന്നോ? പിന്നെന്താ പ്രശ്നം? ആശാലത വന്നിട്ട് ഉദ്ഘാടനം നടന്നില്ലേ? ഉദ്ഘാടനം ഒക്കെ നടന്നു. പിന്നെന്താണ് കാര്യം? ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറ്റി വിട്ടില്ല. കയറ്റി വിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ക്ലീറ്റസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ പോരെ? അതൊക്കെ അവിടെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ട് പോലും നടന്നില്ല. അപ്പൊ ആശാലതയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ? അതേ ഫോട്ടോ എടുക്കാതിരുന്നു. ഏട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. അപ്പൊ അവര് പറഞ്ഞു ഫോട്ടോ വേണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി എടുത്തോളാം. ആര്? ആശാലതയോ? അതിന് അവരൊന്നും അടുത്ത് കണ്ടില്ല ഏട്ടാ. അങ്ങോട്ടൊന്നും കേറ്റി വിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയണെന്ന് തെളിച്ച് പറയാൻ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾക്ക് സ്റ്റേജിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റിയില്ലാന്ന്.
അപ്പൊ നിങ്ങൾ ക്ലീറ്റസിന്റെ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞിട്ട് കയറി കൂടെ? ഇതിനകത്ത് പറയുന്നത് ക്ലീറ്റസ് തന്നെയല്ലേ ഞങ്ങളെ കൂട്ടിയിട്ട് സ്റ്റേജിന്റെ മുമ്പിലെ VIP ഇരിക്കുന്ന കസാരയിൽ ഇരുത്താൻ കൊണ്ടായത്. അഭിനന്ദ പ്രശ്നം. അപ്പൊ സുരേന്ദ്ര മുതലാളി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ക്ലീറ്റസിനോട് താനെന്താ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കണം, സ്റ്റേജിന്റെ പിറകു പോയി അങ്ങോട്ട് ബാക്കിലേക്ക് പോ, 30,000 റുപ്യ തരാനുള്ള തരാൻ നീ അവിടെ വന്നിക്കണെന്ന് പറഞ്ഞൊരു 4 ആട്ടം. അയ്യയ്യേ, നാണക്കേട്. അല്ലെന്ന് ഇവൻ വർക്കിംഗ് പാർട്ണർ ആണെന്നല്ലേ പറഞ്ഞത്. വർക്കിംഗ് പാർട്ണർ ഇവിടെ ചെന്ന് പറഞ്ഞു, വർക്കിംഗ് പാർട്ണർ ക്ലീറ്റസിന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ ഇവിടെ നോക്കിയിട്ട് വർക്കിംഗ് പാർട്ണറോ, 10 വയസ്സ് ഉപകാരമില്ലാത്തവരെ കുറിച്ച് നീ സ്ഥാനത്തിൽ തനിക്കെന്താ ഭ്രാന്ത, അനക്കെന്താ ബുദ്ധിയില്ലേ കുട്ടിയെന്ന് കണ്ടോ? നാറിയെന്ന് പറഞ്ഞാ മതിയല്ല. ഹവീൽദാറിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. നാണക്കേടിന്റെ തന്നെ ഇപ്പൊ ആളുകൾ പറയണ ഇവൻ കൈക്കൂലി മേടിച്ചിട്ടാണ് അയാൾക്ക് അത് റിപ്പോർട്ടും കറണ്ടും ഒക്കെ കൊടുത്തതെന്നാ പറയണ. ഞാൻ അതിനാര് സമാനം പറയും? എന്റെ അമ്മാവ, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഇവനിവിടെ സത്യാഗ്രഹം കിടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ ചെയ്യുന്നത് വെറും പോക്കൃത്തരാണ് എന്നുള്ളത് അല്ലേ? ഇതെന്താ സംഭവം? സുരേന്ദ്രൻ മുതലാളി കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലീറ്റസിനെ സ്വാധീനിച്ചിട്ട് ഈ സംഗതി അങ്ങ് നടത്തിയെടുക്കണം അയാൾക്ക്. ഇപ്പൊ അയാളെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ കൂളായിട്ട് ചവിട്ടി പുറത്താക്കിയില്ലേ? ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്താണ്? എനിക്ക് അതാണ് അറിയാത്തത്. അവൻ ഇവിടെ ഇങ്ങനെ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നു. എത്രയെന്ന് പറഞ്ഞാണ് കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെ എനിക്ക് വല്ലതും കഴിക്കാൻ തോന്നും, അവർക്ക് അങ്ങനെ കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയി. അതുമല്ല, എൻ്റെ കൊച്ചിനൊരു നല്ല പേര് കിട്ടട്ടെ എന്നൊന്ന് വിചാരിച്ചു പോയി. ഞാൻ അതിൽ പറ്റിയത് കൊച്ചിന് മാത്രമല്ല, തറവാടിന് മൊത്തം കിട്ടിയല്ലോ, നല്ല പേര് കിട്ടിയില്ലേ? നിങ്ങൾക്കിത് എന്തിന്റെ കേടാണ് അമ്മ? ഞാൻ എങ്ങാനും ഒരു നേരം മറ്റേ എണ്ണയോ കുഴമ്പോ കൊണ്ടുവരാൻ ഒരു ഇത്തിരി വൈകി കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയാറുണ്ടല്ലോ. എൻ്റെ കൈമുട്ട് വേദന ഉണ്ട്, ഒരു കാല് വേദന ഉണ്ട്, എൻ്റെ ഊരവേദനയാണ്, എനിക്ക് നടക്കാൻ വയ്യ. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ വലിഞ്ഞു കയറി പോയത്? അല്ലടാ, അത് പിന്നീട് വലിയൊരു സിനിമാ നടി തരാൻ പോണ്, അമ്മയും കൂടെ വരുന്നെങ്കിൽ വാമാന്ന് ഈ പിള്ളേർ രണ്ടും കൂടെ നിർബന്ധിച്ചപ്പോഴത്തേക്ക് എനിക്കും അങ്ങ് തോന്നിപ്പോയത്. എനിക്ക് വയ്യാതിരിക്കുകയായിരുന്നു സത്യത്തിൽ. നിങ്ങൾക്ക് തന്നെ പറ്റണം, നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ പറ്റണം. എന്തോരം കിട്ടിയാലും നിങ്ങൾ പഠിക്കൂല. ഇത് എത്രാമത്തേണിത്? ഈ നാട്ടുകാരെ മുമ്പിൽ എന്ത് ഞാനെന്ന് പറയും? എനിക്ക് തല വെറുതെ നടക്കാൻ പറ്റുമോ? അപ്പൊ അവരുടെ ഞാൻ കള്ളനായില്ലേ, കൈക്കൂലിക്കാരനായില്ലേ? അല്ലമ്മാവ, എന്നിട്ട് ആ സോപ്പ് മുതലാളി അവിടെ? ക്ലീറ്റസ് ഈ സുരേന്ദ്രൻ മുതലാളി കാശിന്റെ കാര്യം പറഞ്ഞപ്പോ മുങ്ങിയതാ, പിന്നെ അവനെ കണ്ടിട്ടില്ല. അവൻ എവിടെയെങ്കിലും ചെന്ന് പൊങ്ങും. അല്ല, അതിന് വിഷമം ഉണ്ടായി കാണും. അവൻ വേണമെന്ന് വെച്ചിട്ടല്ലോ. എന്റെ അമ്മാവ, ഇതിന് ഒരു സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ പോരെ? അയാളെ പോലെ ഒരാൾ എന്തിനാണ് ഈ പോങ്ങനെ വെക്കണത്? ഇവനെ വെക്കുന്നത് എന്തിനാണ്? ഇവൻ ഒന്നുമില്ലെങ്കിൽ നല്ല ബുദ്ധി വേണം, ഇല്ലെങ്കിൽ പൈസ വേണം. അത് എന്തെങ്കിലും ഇവന്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇന്നാള് താലൂക്ക് ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ പറഞ്ഞതാണ് നിന്റെ അളിയൻ കള്ളനാണെന്ന്. പറഞ്ഞില്ലേ? പിന്നെന്താ പറഞ്ഞില്ലേ? നാണക്കേട് കാരണം അവൻ ചെന്ന് ആത്മഹത്യ ചെയ്യും. ഓ പിന്നെ ദേവന്നവൻ ദേവന്നി എവിടെ ആത്മഹത്യ? ദേവന്നാണ്ട. സോപ്പ് മുതലാളി, ഒരു സാമ്പിൾ സോപ്പ് കിട്ടുമോ? Alien versus Alien.